പണിയില്ല, ഇങ്ങനെ നടക്കല്ലേ. ഇന്നൊന്ന് സഹായിക്കാൻ അതുമില്ല. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ചെക്ക ഇങ്ങനെ നടക്കന്നെ. ചെക്കനോട് എന്നാ ചെയ്യാതിരിക്കണം. കുഞ്ഞപ്പോ കത്തുന്നാ ഞാൻ ഒച്ചേട്ടപ്പോ കുഞ്ഞപ്പോ വിചാരിച്ചു. കണ്ണി പഠിക്കൂലടാ, കുഞ്ഞാപ്പൂനെ കണ്ണി പഠിക്കുള്ളൂ. അല്ല ഞാന് സൗണ്ട് ഇങ്ങനെ അവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞാപ്പൂ എന്തോ കാട്ടു വിചാരിച്ചു. ഇന്നെന്താ ദിവസം വരാത്ത കഴിഞ്ഞ നോമ്പല്ലേ? നോമ്പാണ്. ഇതിങ്ങനെ നടക്കണം. എനിക്ക് നോമ്പൊക്കെ നോറ്റൂടെ? അല്ല ഇത്തതൊക്കെ നോമ്പുണ്ടാ? ഞാൻ നോമ്പില്ലാതെ ഞാൻ ഇവിടെ നിൽക്കോ? ഞാൻ പണിക്ക് പോയിട്ടില്ലടാ. ആ ശരിയാണ് നോമ്പ്. ഞാനേ മോളെ പറയാനുണ്ട്. ഇന്ന് നോമ്പല്ലേ? അപ്പൊ ഞാൻ നബിസാത്താനാണോ ആശാത്താനോടൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല. എന്താ പറയുക, നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ പണിക്കുണ്ടല്ലോ. ഇനിയിപ്പോ നോമ്പ് വരുന്നുണ്ടല്ലോ, പല്ലായ നോമ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി ഞാൻ വരുന്നില്ല, നോമ്പൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ചെക്കനോട് ഇന്നലെ പറഞ്ഞു, കുഞ്ഞാപ്പ ഇതൊരു നോമ്പ് നോക്കൂല, ഇതിങ്ങനെ തണ്ടി നടക്കുക. ഇത് നാളെ നോമ്പ് കളിക്കണം. അതിന് ചെക്കന്റെ നേരക്ക് ചാടി. ഇന്നലെ നബീസാത്താടെ പോയപ്പോ ബറാത്തിന്റെ ഉണ്ടാക്കിയ കൊറേ നജ്ജാപ്പം ഗുജ്ജാപ്പം എല്ലാം ഉണ്ടായിരുന്നു. ചെക്കൻ അതൊക്കെ തിന്നിട്ട് ചെക്കൻ വരെ രാത്രി ഉറങ്ങിട്ടില്ല. വയറ് കരയും ചെയ്യാ, വയറ് കരഞ്ഞ ചെയ്യാ, ഇമ്മാനാണ് ചീറി പൊളിക്കുന്നു. ഒക്കെ തിന്ന് ദഹനക്കട പിടിച്ചേ വാരി വലിച്ച് തിന്നല്ലോ ചെക്കന്. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പ് പറ്റിടാറ് ചെക്കൻ എനിക്ക് വയ്യ നോമ്പ് കഴിക്കാന്, എനിക്ക് വയറ് വേദനയാണ്. ഞാൻ വലിയ നോമ്പുണ്ടല്ലോ അത് വരുമ്പോ നോക്കാറുണ്ട്. റമളാൻ മാസത്തെ നോമ്പുണ്ടല്ലോ അത് വരുമ്പോ നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യും, ഇമ്മ ഇവിടെ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കൂല. നോമ്പ് എടുക്കാൻ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കാന്നല്ലാതെ മോനക്ക് ചോറൊന്നും ഞാൻ തരില്ല. ഇന്നലത്തെ അപ്പണ്ടല്ലോ എടുത്ത് തിന്നാൻ നോമ്പ് ഒരിക്കണില്ലേ. അതിനോട് നേരൊക്കെ ചാടി നിനക്ക് എന്തൊക്കെ കുറച്ചുണ്ടാക്കി തന്നാല് ഒരു ചോർക്ക് ഉണ്ടാക്കി തന്നാലെന്താ. അപ്പൊ പറയടാ ഞാൻ ഇന്ന് നബിസാത്താർക്കും പോണില്ല, അവിടെ എല്ലാവർക്കും നോമ്പല്ലേ. ചെക്ക അതൊന്നും പറഞ്ഞു കേൾക്കണ്ടേ. ചെക്ക അങ്ങനെ ബാഗിലെടുത്താണ്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് നടന്നാണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പൊ തൊഴിൽക്കാരം ഞാനൊന്നും വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊക്കെ തിന്നാട്ടെ, ഇന്നത്തെ ദിവസമൊക്കെ അങ്ങനെ പോട്ടെന്നോ. വിറകുണ്ടാക്കാതെ പിന്നെ വിറകുണ്ടാക്കിയൊക്കെ ഞാനോട്ട് പോയാലോ. ആക്കിപ്പോ ഓനെ കാണാൻ വന്നതല്ലേ. എന്നാ അവിടെ അവിടെ ഉണ്ടാവും, ആ പാടത്ത് അവിടെ ഉണ്ടാവും. അങ്ങനെ പോയേക്കും. അങ്ങോട്ട് പോയാ താത്താനോട് കൂട്ടാണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് വർത്താനം പറയുന്നാലേ വർത്താനം പറയാനൊക്കെ കുഴപ്പമില്ല. ഇല്ല അത് പോട്ടെ, നേരില്ല. എന്റെ എമ്മാന്റെ കാടെന്താ സുഖാണ്. പെങ്ങളൊക്കെ വല്ലില്ലേ? പെങ്ങളളിയാനൊക്കെ വല്ലില്ലേ? വർത്താനം പറയാൻ തീരെ നേരില്ല. എന്നോട് ഇത് ആർക്കൂല്ലേ താത്ത ഒന്നും പറഞ്ഞില്ല. താത്ത ഗൗരവകാരിയാണ്. ഞാൻ ഒരു ഗൗരവകാരിയല്ല. എന്നോട് പറയാന് താത്തൊക്കെ നേരം കെട്ടായിട്ടാണ് ഒരു വർത്താനം പറയാത്ത. ഇനി ഒരു കാര്യം കഴിഞ്ഞ് ഇനി റമളാൻ മാസം നോമ്പ് ഒരുപാട് മുന്നേ താത്താന്റെ കൊട്ടി ഉണ്ടെങ്കിൽ 2 ഓമക്കായി കൊണ്ടുവരിട്ടാ. ഇപ്പൊ റമളാൻ മാസത്തിനൊന്നും നമ്മൾക്ക് ഓമക്കായി തിന്നാത് പോകൂല. നോമ്പ് തുറക്കാൻ നേരത്തൊന്നും തിന്നാൻ പോകൂല. അപ്പൊ ഞാൻ എന്നോട് കാര്യം പറയിച്ച് ഇങ്ങനെ കണ്ടി നടക്കണ്ട. ഈ ദുനിയാവ് നോക്കി നടക്കണ്ട ജി. നാളെ നമുക്ക് പോവാനുള്ളതാണ്. ആരും ഇവിടെ കിടന്ന ചരിത്രമില്ല കേട്ടോ. മനുഷ്യന്മാരെ കാര്യമാണ്. എപ്പോഴാ മരിച്ചു പോകുന്നു പറയാൻ പറ്റൂല. ചിന്തിക്കണോ നമുക്ക്. നമുക്കൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ തന്നെയാണല്ല, അല്ലാതെ എല്ലാം ഉള്ള തരുന്നല്ല. നമ്മള് ശ്രമിക്കണം കേട്ടാ. ഇത് പറയുമ്പോ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടാനൊന്നുമില്ല. അത് നല്ല കാര്യമല്ലേ പറഞ്ഞത്. നല്ല കാര്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഭ്രാന്തത്തിയാന്ന് കേൾക്കുള്ളൂ. അങ്ങനത്തെ കാലയുഗാണെന്ന്. വെള്ളം തരാനിപ്പോ നോമ്പല്ലേ, അതുകൊണ്ടാണ് നോമ്പറക്കാൻ നേരത്ത് പോലെ നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കി. പത്തിരൊക്കെ ഉണ്ടാ? നോമ്പറക്കാൻ ഉണ്ടാക്കിട്ടില്ല, ഉണ്ടാക്കണം. കുഞ്ഞാപ്പ് അറിഞ്ഞിക്കണം ഉണ്ടാക്കണവരോ. ചെക്കനോട് പറഞ്ഞിട്ടില്ല. ചെക്കൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും, അപ്പൊ ചെയ്യണം. ഇറച്ചി വാങ്ങത്താടാണ് പാകല്ല. കോഴിമുട്ട ഉണ്ടല്ലോ അത് വെച്ചോ. മുട്ടക്കാരെന്തെങ്കിലും ഉണ്ടാക്കിട്ടേ ചെക്കനിക്കും കൊടുക്കണം.
ഈ മറ്റേ തക്കാളി കുട്ടീന് പോലെ ആയിക്കോട്ടെ ഞാൻ പണിയെടുക്കട്ടെ ആയിക്കോട്ടെ അതാ നല്ലത്. ഞാൻ പോവാ. ഞാൻ എന്നെ തരഞ്ഞിട്ട് എന്റെ പെരെ പോയിരുന്നു എന്നെ കാണാൻ വേണ്ടിട്ട്. കണ്ടോ? അല്ല കണ്ടു. എന്താ ഇന്ന് ചൂടിലാലോ? ചൂടിലാർക്ക് വയറ് വേണ്ടിരിക്കാൻ ഞാന് പിന്നെ അപ്പൊ എവിടുന്നാ കുഞ്ഞാപ്പ് വരുന്നത്? ഞാനേ പറഞ്ഞ വയറ് എനിക്ക് ചെന്നായം കിട്ടുന്നു. ചെന്നൈയ? സാധനം നബിസാത്താടെ ആശാത്താടെ ഇവരൊക്കെ പോയി ചോദിച്ചോക്കുന്നു. ഓരോട് ഓടിയില്ല. അത് ശരി. എന്താ വയറ് വേദനയാണ്? പറഞ്ഞു ഞാൻ നേരെ വാരി വലിച്ചിട്ട് നെയ്യാപ്പം തിന്നിട്ടാണെന്ന്. നല്ല തിന്നാ? നോമ്പ് നോറ്റോണ്ട് നോമ്പാലോ പോലെ. എനിക്ക് വയറ് വേദന പാമ്പൊക്കെ അങ്ങനെ നോക്കിയോ. പിന്നെ എന്നോട് പറയാനേ എന്റെ ഇമ്മ ഏതാ വളവറ്റി അറിയോ? ഇമ്മ നോമ്പൊന്നും ആരും നോക്കിയില്ലട്ടാ. ഇമ്മ ഇപ്പൊ ഏതാ വളവറ്റി ഇന്നാള് ഇതേമാതിരി നോമ്പിന്റെ അന്ന് എല്ലാരോടും പറയും ആ നോമ്പാണ് വരട്ടാ. എന്റെ മാക്ക് എടുത്ത കൂടെ പൈപ്പ് പറ്റൂലട്ടാ എന്നെ പറഞ്ഞു. കേട്ട് മാക്ക് വെച്ചാതായി നോമ്പിന്റെ അന്ന് വാരി വലിച്ച് തിന്നിട്ട് കുറച്ചൊക്കെ തിന്നോളൂ. വയറുവേനയും സുഖാതായിട്ടാ അതിന്റെ ദിവസം ഉമ്മ നോമ്പ് വലിക്കലാണ്. ഇമ്മക്ക് ദണ്ണം വന്നപ്പോ നോമ്പ് വലിക്കലായി. ഇതിപ്പോ ഉമ്മ വലിയ നോമ്പ് കയറ്റിയായിട്ട് ഇന്നെങ്ങനെ പറയാ നോമ്പ് വെച്ചൂടെ നോമ്പ് അതൊന്നല്ല. ഉമ്മക്ക് നായ അരങ്ങായി അരിയാ ലാഭിക്കാനാവേ. കുഞ്ഞാപ്പ് നോമ്പ് പറ്റുന്നു. ഞാൻ ഇപ്പൊ ഇന്ന് നോക്കണില്ല. എനിക്ക് വയറുവേനല്ലേ. പിന്നെ അതല്ലടാ ആ നെച്ചപ്പൊക്കെ നാളത്തെ കേടി വലിക്കണെന്ന്. ഇപ്പൊ വലിയ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ഞാൻ എന്തായാലും അമ്മ ഇന്നലെ അത്താഴത്തിനെ കളിച്ചപ്പോ ഞാൻ ഇല്ല. അപ്പൊ ഞാൻ ഇനി നമ്മളെ വലിയ നോമ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കും. എന്നായിക്കോട്ടെ. അല്ല കൂടെ